ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാനിടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സങ്കീർണമായ ലോക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമാധാനവും സന്തോഷവും നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഈശ്വര സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളും ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ട, വിവിധ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സക്കറിയ പ്രവചനത്തിലെ ക്രിസ്തു എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായം തന്നെയാണ് ഇന്നും ഞാൻ തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ 5 മിനിറ്റ് വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എന്നാൽ അത് വിവരിച്ച് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് വളരെ വിസ്തരിച്ച് ഈ വിഷയം പഠിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടത് ക്രിസ്തുവിൻ്റെ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് വന്ന ക്രിസ്തു. അത് ഞാൻ ഓർത്തല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് ദൈവം നൽകിയ വീണ്ടെടുപ്പിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലനമാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്നു. അതും 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്. അതും വളരെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒരു വ്യക്തിയെ പാപമോചനം കൊടുത്ത് രക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതി മാത്രമല്ല ദൈവത്തിനുള്ളത്. അങ്ങനെ രക്ഷയിലേക്ക് വരുന്നവരെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ആത്മീകമായ വളർച്ചയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രോസ് 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നത്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകൾ ആത്മീകമായി വളർച്ച പ്രാപിക്കണം. ഒരു ശിശു ജനിച്ചാൽ ആ ശിശു വളരുന്നത് പോലെ തന്നെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ ആത്മീകമായി വളർച്ച പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. അത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ജഡസ്വഭാവത്തിൽ തന്നെയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവവചനം നമ്മൾ നിരന്തരമായി കേൾക്കുന്നവരാണെങ്കിലും നമ്മളിപ്പോഴും ഒരു ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. ജഡസ്വഭാവം നമുക്കുണ്ട്. അത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗത്തിന് താഴെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും നീക്കിക്കളയണം. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടായിരുന്ന ന്യായവിധിയിൽ നമ്മളെ ദൈവം രക്ഷിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തിലെ സകല മനുഷ്യനും കടന്നു പോകേണ്ടി വരുന്ന ആ വലിയ ന്യായവിധിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. അതാണ് രക്ഷ. സാൽവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരാളും ഒരിക്കലും ശിക്ഷയിലേക്ക് പോകേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, രക്ഷ സമ്പൂർണ്ണമാണ്. പാപിയായൊരു മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജഡധാരണമെടുത്ത് കടന്നു വന്ന് ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപം അവൻ്റെ ശരീരത്തിന്മേലേറ്റ് അവൻ്റെ അടിപ്പിണരുകളാലാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അപ്പം നമ്മുടെ എല്ലാവരുടെയും പാപം ചുമത്തപ്പെട്ടയാളാണ് ക്രിസ്തു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകാൻ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് ഏറ്റെടുത്തത് കാൽവരിയിലെ ക്രൂശിൽ ക്രിസ്തുവിനെ. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ കിടക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷയാണ് ക്രിസ്തു ഏറ്റെടുത്തത്. അതുകൊണ്ട് രക്ഷ എന്ന് പറഞ്ഞാൽ
കുറച്ചു പേർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും രക്ഷയുണ്ട്. കാരണം എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരം ദൈവം നടത്തിക്കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ പാപപരിഹാരം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരങ്ങളിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് പാപപരിഹാര പ്രക്രിയകൾക്ക് വേണ്ടി മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ആ പാപപരിഹാരത്തിന് വേണ്ടി അവനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രക്ഷ പ്രാപിക്കാനായിട്ട് അവൻ ചെയ്യണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ആ തീരുമാനമെടുക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. അവനെ ദൈവം നിയന്ത്രിക്കും. അവൻ ദൈവത്തിൻ്റെ മകനായി മാറും. ഇതൊക്കെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന വസ്തുതയാണ്. അങ്ങനെ ദൈവമഹിതനായിക്കഴിഞ്ഞ ഒരാൾ, അയാളുടെ ശരീരത്തിൽ അപ്പോഴും പാപസ്വഭാവങ്ങളുണ്ട്. ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. എന്ത് പാപവും ചെയ്യാനുള്ള സാധ്യതയുണ്ട്, എന്ത് തെറ്റും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീകമായി വളർച്ച പ്രാപിച്ച് നമ്മുടെ ജഡസ്വഭാവത്തിന് മാറ്റം വരുത്തണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ രക്ഷിച്ചതിൻ്റെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ നമ്മളെ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവൻ്റെ സ്വഭാവത്തോട് നമ്മൾ ഏകീഭവിക്കണം. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ നിരന്തരമായ ധ്യാനവും പഠനവും ആത്മസമർപ്പണവും അതിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്ന, ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുന്ന, ദൈവമക്കളുമായൊരു ബന്ധമുള്ള, ദൈവവചനം പഠിച്ച് വളരാൻ സാധ്യതയുള്ള ഒരു സഭയിലേക്ക് കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുന്നത് ഈ ആത്മീക വളർച്ച നമ്മൾ പ്രാപിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ചോലയിൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ഈ പുരുഷൻ സഭയെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നവനാണ്. അവനാണ് സഭയുടെ തല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആത്മീയമായി വളർച്ച പ്രാപിക്കുവാൻ എന്താണ് മാർഗം? ദൈവവചനം പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുന്ന അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ശുദ്ധീകരിച്ചു. എന്നാൽ വളരെ സങ്കടകരമായ കാര്യം, ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുവാൻ നമ്മൾക്ക് താല്പര്യമില്ല. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ വലിയ ആഗ്രഹമാണ്. ഞാനും കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഒരാളാണ്. ആ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആവേശമുണ്ടാകും. കൺവെൻഷൻ പ്രസംഗമൊക്കെ വലിയ ആവേശത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗമാണല്ലോ. പക്ഷേ പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. ശാന്തമായിരുന്ന് വേദപുസ്തകം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ആ പഠനത്തിന് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് താല്പര്യമില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുവാനായിട്ടുള്ള ഒരവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. എങ്ങനെയാണ് വചനം പഠിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മൂന്നാമത് നമ്മൾ ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതൻ എന്നുള്ളതാണ്. അതും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, നിങ്ങൾ ആ വേദഭാഗം വായിക്കണം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, 2 ദൂതന്മാരെ നമ്മളിവിടെ കാണുന്നുണ്ട് ഈ അധ്യായത്തിൽ, 1-2 അധ്യായങ്ങളിൽ. അതിലൊന്ന് സന്ദേശവാഹകനായ ദൂതനാണ്. അതായത് ദൈവത്തിൻ്റെ അരുളപ്പാട് സെക്കരിയാവിന് കൈമാറുന്ന സന്ദേശവാഹകനായ ഒരു സാധാരണ ദൂതൻ. മറ്റൊന്ന് യഹോവയുടെ ദൂതൻ, അത് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നറിയപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ യഹോവയുടെ ദൂതൻ, അതായത് കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷനെ ഇവിടെ ഈ 11-ാമത്തെ വാക്യത്തിൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതൻ എന്നാണ് പറയുന്നത്. ആ ദൂതനോട് സാധാരണ ദൂതൻ പറയുകയാണ്, വിളിക്കുകയാണ് സൈന്യങ്ങളുടെ യഹോവയെ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹോവ എന്ന് തന്നെ, ഈ യഹോവയുടെ ദൂതനെ യഹോവ എന്ന് തന്നെ സംബോധന ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ പഴയ നിയമം പഠിച്ചാൽ 11 വേദഭാഗങ്ങൾ പഴയ നിയമത്തിലുടനീളം ക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെട്ട രംഗങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വേദഭാഗങ്ങളെല്ലാം വായിക്കുന്നില്ല. നിങ്ങളും കൂടെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്ത് വേദപുസ്തകമെടുത്ത് അത് വായിച്ച് ധ്യാനിക്കണം. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. അത് വളരെ വിശദമായി നിങ്ങൾ പരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പഴയ നിയമത്തിൽ വെളിപ്പെട്ട 11 ഭാഗങ്ങളുണ്ട്. അതിൽ 10 കാര്യങ്ങൾ മാത്രം ഞാൻ തെളിവായി പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ മാത്രം പറയാം. മറ്റൊരു ഭാഗമുള്ളത് അല്പം വിവരിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവോയ്ഡ് ചെയ്യുകയാണ്. ഒന്നാമത്, പഴയ നിയമത്തിൽ
ക്രിസ്തു വെളിപ്പെട്ടത്, യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ വെളിപ്പെട്ടത് ഹാഗാറിനാണ്. ഈ വേദഭാഗങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ദൂതനെ യഹോവ എന്ന് സംബോധന ചെയ്തിട്ടുള്ള വേദഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിപ്പാടായിട്ട് കാണുന്നത്. പഴയ നിയമത്തിൽ ദൈവദൂതന്മാരെ വളരെ ധാരാളം നമ്മൾ കാണുന്നുണ്ട്, അതെല്ലാം ക്രിസ്തുവല്ല. എന്നാൽ ഇവിടെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വേദഭാഗത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവോ തന്നെ ആ യഹോവയുടെ ദൂതനെ യഹോവ എന്ന് സംബോധന ചെയ്തിട്ടുള്ള വേദഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യമാണ്. അവിടെ ഹാഗാറിന് വെളിപ്പെട്ട ക്രിസ്തു. എന്താണ് ഹാഗാറിന് ക്രിസ്തു വെളിപ്പെടേണ്ടി വന്നത്? നമുക്ക് ആ ചരിത്രം വേദപുസ്തകം അറിയാവുന്നവരും അറിയാൻ മേലാത്തവരും എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ബൈബിളിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കഥാപാത്രമാണ് അബ്രഹാം. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ ഭാര്യ സാറ. അവർ രണ്ടുപേരും കനാൻ ദേശത്ത് താമസിക്കുകയാണ്. എന്നാൽ അവർക്ക് മക്കളില്ലായിരുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തം, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആയിത്തീരും, കടൽ തീരത്തെ മണൽ പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞു. എന്നാൽ അബ്രഹാം വയസ്സ് എന്ന് ആയപ്പോൾ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുകയില്ല എന്നുള്ള ഭയം കൊണ്ടാണോ സാറയുടെ നിർബന്ധപ്രകാരം അബ്രഹാമിൻ്റെ ഭവനത്തിലെ ദാസിയായ ഹാഗാറിനെ അദ്ദേഹം ഭാര്യയായിട്ട് എടുക്കുകയാണ്. ആ കാലത്തിൽ ദൈവം ദ്വിഭാര്യത്വം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഏക ഭാര്യ, ആദാമിന് ഏക ഭാര്യയായിട്ടാണ് ഹവ്വയെ കൊടുത്തത്. 2 ഭാര്യമാരെന്നുള്ള ആ പ്രായോഗിക വശമെന്ന് പറഞ്ഞ ജാതികളുടെ സമ്പ്രദായമാണ്. എന്നാൽ പുരാതന കാലത്ത് അങ്ങനെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അതൊരു വലിയ തെറ്റായി എന്ന് ആളുകൾ കണക്കാക്കിയിരുന്നത്. ദൈവവചനം അത് ശരിയായിട്ട് പറയുന്നില്ലെങ്കിലും അന്നത്തെ ആളുകൾ അത് തെറ്റായിട്ട് കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ട് ഹാഗാറിനെ ഭാര്യയായിട്ടെടുത്തു. ഹാഗാർ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഹാഗാറിനോട് സാറയ്ക്ക് വെറുപ്പുണ്ടായി. അങ്ങനെ സാറയുടെ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാം ഹാഗാറിനെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. വളരെ സങ്കടകരമായൊരു കാര്യം. അബ്രഹാം ഒരു ദാസി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ അടിമയായി നിൽക്കുന്നവർ, ഇന്നത്തെ പോലെയല്ല. അന്ന് ഒരു അടിമയെന്ന് പറഞ്ഞാൽ യജമാനൻ്റെ വീട്ടിലുള്ളവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹാഗാറിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൾ അബ്രഹാമിന് ഭാര്യയായി തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ കാര്യത്തിൽ സംഭവിച്ചപ്പോൾ അവളെയും മകനെയും സാറയുടെ നിർബന്ധപ്രകാരം അബ്രഹാം വീട്ടിൽ നിന്ന് വെളിയിലിറക്കി വിടുകയാണ്. അങ്ങനെ അവൾ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന സമയത്ത് നീരുറവിനരികെ ഇരിക്കുമ്പോൾ, ഒരു കുഞ്ഞിന് ജലം പോലും കൊടുക്കാൻ പറ്റാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും അവൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന രംഗമാണ് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നിങ്ങളോട് ഞാൻ പറയാം. നമ്മുടെ കർത്താവിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ഏത് ഭാഗത്തും അവനെ കരുണയുള്ളവനായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവർക്കും ഉണ്ട്. ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ തെറ്റുകാരൊന്നും അല്ലായിരിക്കാം, വിശുദ്ധന്മാരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളൊക്കെ തെറ്റുകാരാണ്. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഹാഗാറിനെ ഒഴിവാക്കി വീട്ടിൽ നിന്നവളെ പടിയടിച്ച് പിണ്ടം വെച്ച് മരുഭൂമിയിലേക്ക് അവൾ പോയപ്പോൾ അവളുടെ പുറകെ ആരും പോയില്ല, ആരും അന്വേഷിച്ചു പോയില്ല, അവളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായില്ല. എന്നാൽ തങ്ങളുടെ നിർബന്ധത്താലാണ് ഇതൊക്കെ സംഭവിച്ചത്. അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കാമെന്ന് അബ്രഹാം വിചാരിച്ചില്ല, അബ്രഹാമിൻ്റെ ഭവനം വിചാരിച്ചില്ല. എന്നാൽ ദൈവം അവളെ കൈവിട്ടില്ല. യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ നീരുറവിനരികെ ഹാഗാറിനെ സന്ദർശിക്കുന്നത് നമുക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കുവാൻ കഴിയും. ഞാനത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ജീവിതം എന്ന മരുഭൂമിയുടെ നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ കഷ്ടതകളിൽ വേദനകളിൽ നമ്മളെ കരുതുന്ന കരുണയുള്ള ഒരാളാണ് കർത്താവ്. ഈ ദിവസങ്ങളിൽ ഭവനങ്ങൾ സന്ദർശിച്ച് മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലൊക്കെയുള്ള വീടുകൾ സന്ദർശിച്ച് ഓരോരുത്തരോടും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുകയാണ്. മദ്യപാനത്തിൻ്റെ കെടുതികൾ കൊണ്ട് തകരുന്ന കുടുംബങ്ങൾ, തകർന്ന് തരിപ്പണമാകുന്ന കുടുംബങ്ങൾ,
ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ, കുടുംബജീവിതം തകർന്നതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി അതിക്രൂരമായി പീഡനത്തിന് വിധേയമാക്കപ്പെട്ട സ്ത്രീകൾ പുറത്തു പറയാനാവാതെ ദൈവദാസന്മാരായി ഞങ്ങളെ കാണുമ്പോൾ അവർ വിതുമ്പുകയാണ്, അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്, അവർ കണ്ണുനീരൊഴുക്കുകയാണ്. ആത്മഹത്യയ്ക്ക് പലവട്ടം ശ്രമിച്ച ആളുകളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ, ലോകം മുഴുവൻ മദ്യം വിൽപ്പന നടക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മദ്യപാനം എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരും മദ്യപിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ മദ്യപാനികളായിട്ടുണ്ടെങ്കിൽ അവരോട് വളരെ സ്നേഹത്തോടും കരുണയോടും കൂടെ നിങ്ങൾ ഇടപെടണം. കാരണം ഇതൊരു രോഗമാണ്, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മദ്യാസക്തി എന്ന് പറയുന്നത്. ആ മദ്യാസക്തിയിലേക്ക് ഒരാൾ വീണ് കഴിയുമ്പോൾ ഇപ്പോൾ മദ്യത്തിനപ്പുറത്ത് സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം വളരെ വ്യാപകമായി കണ്ടുവരികയാണ്. നമ്മുടെ യുവതലമുറ വളരെ തകർച്ചയുടെ വക്കിലാണ്. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാ യുവാക്കന്മാരും സിന്തറ്റിക് ഡ്രഗിൻ്റെ പുറകെ പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിലെ നല്ല ആത്മീക കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന എല്ലാ മതങ്ങളിലും പെട്ട നല്ല ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എനിക്കറിയാം. വളരെ അച്ചടക്കത്തോടെ മാതാപിതാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ, എല്ലാ മതവിഭാഗത്തിലും പെട്ടവരെ എനിക്കറിയാം. എന്നാൽ ചില കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വലിയൊരു ശക്തിയാണ്. കഴിവുള്ള ബുദ്ധിശക്തിയുള്ള കുഞ്ഞുങ്ങളെ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും കൊടുത്ത് അവരുടെ ബുദ്ധി വിഫലമാക്കി കഴിവുകെട്ടവരാക്കി മാറ്റുക എന്നുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗം കൂടെയാണ്. ഇതിൻ്റെ പുറകിലുള്ള സാമ്പത്തിക ലാഭമെന്ന് പറയുന്ന ഒരു വശത്തുണ്ടെങ്കിൽ തന്നെ ഈ ലോകത്തിൽ നടക്കുന്ന വലിയ ഗൂഢമായിരിക്കുന്ന, അതിന് പൈശാചികതയെന്ന് തന്നെ പേര് കൊടുത്താൽ തെറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന യുവതി യുവാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ കഴിവുള്ളവരാണ്. ദൈവം മനുഷ്യന് എത്രയധികം കഴിവാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലുള്ള യുവതി യുവാക്കന്മാർ AI പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിപരമായി വളരെ വളർച്ച നേടുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. ലോകം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്, കണ്ടുപിടുത്തങ്ങൾ വേറെ തലത്തിലേക്ക് മാറുകയാണ്. വലിയ വളർച്ചയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കി ദൈവത്തോട് ചേർന്ന് ജീവിച്ച് നിങ്ങൾ നിൽക്കുന്ന കമ്പനികൾക്കും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുമൊക്കെ നിങ്ങളൊരു അനുഗ്രഹമായി, ദൈവകൃപ നിങ്ങൾക്ക് ദൈവം തന്ന് നിങ്ങളെ നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പാപത്തിലേക്ക് വീഴുന്ന, തെറ്റിൻ്റെ പുറകെ പോകുന്ന ഒരാൾ ദൈവത്തിൽ നകലുകയാണ്. ദൈവം അകലുകയല്ല, ദൈവത്തിൽ നകലുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവവചനം വായിക്കാൻ കഴിയുന്നില്ല, ആത്മീയമായ കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം അകലുന്നില്ലെങ്കിലും ദൈവത്തിൽ നകന്ന് ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ എത്രയോ അധികം ഈ നാളുകളിലുണ്ട്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റേതായ സാഹചര്യങ്ങൾ കൊണ്ട് ഒക്കെയാണ് ഞാൻ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന. അവിടെ ദൈവത്തിനെന്ത് പ്രസക്തി, ദൈവജനത്തിനെന്ത് പ്രസക്തി, പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രസക്തി, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം. മനുഷ്യൻ കഴിവുള്ളവനാണ് ദൈവം അവനെ സഹായിച്ചെങ്കിൽ മാത്രം. നിങ്ങൾ എന്തെല്ലാം സമ്പാദ്യങ്ങൾ കെട്ടിപ്പൊക്കിയാലും, എന്തെല്ലാം ബുദ്ധിപരമായ കാര്യങ്ങൾ കെട്ടിപ്പൊക്കിയാലും, 127-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നു. നിങ്ങളുടെ അധ്വാനം വെറുതെ ആകും. 128-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിൻ്റെ കൈകളുടെ യഹോവ ഭക്തനായ ഒരു പുരുഷനോട് ദൈവം പറയുകയാണ്, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിങ്ങൾ ശ്രദ്ധിക്കണം, പണം വെറുതെ ഉണ്ടാകത്തില്ലല്ലോ. കഠിനാധ്വാനം ചെയ്തല്ലേ പണം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാർ ജോലി ചെയ്യുമ്പോൾ അവർ എത്രമാത്രം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ എത്രയധികം അവരവരുടെ കമ്പനികൾക്ക് വേണ്ടി പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ ശമ്പളം കിട്ടുന്നത്. കഠിനാധ്വാനം ചെയ്യുകയാണ്. രാത്രിയും പകലും ഉറങ്ങാൻ പോലും പറ്റാതെ ജോലി ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പറയാറുള്ളൂ. പിതാക്കന്മാർ കഷ്ടപ്പെട്ടതിനപ്പുറമായിട്ടുള്ള കഷ്ടപ്പാടിലൂടെയാണ് ഇന്നത്തെ തലമുറകൾ കടന്നു പോകുന്നത്. ലോകത്തിൽ ഏത് രാജ്യങ്ങളിലായിരുന്നാലും ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പണം ഉണ്ടാക്കുന്നത്. അത് വെറുതെ നശിപ്പിച്ച് കളയാനായിട്ട് പാടില്ല. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അത് ദൈവഭക്തനായ ഒരു മനുഷ്യന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആരും സഹായിക്കാനില്ല എന്ന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ, ആത്മഹത്യ മാത്രമാണ് മുമ്പിലുള്ള പോംവഴി എന്ന് ചിന്തിക്കുമ്പോൾ, ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകൾ കേട്ട് എത്രയോ പ്രിയപ്പെട്ടവരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വളരെ വേദനിക്കുന്ന സംഭവങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സുകൾ പിന്നെയും തുടരുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സങ്കടകരമായ ലോകത്ത് നമുക്ക് സമാധാനം നൽകുന്ന ഒരു വ്യക്തി, മരുഭൂമിയുടെ അവസ്ഥ, ഒറ്റപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. കഴിഞ്ഞ ദിവസം ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അതിന് മുമ്പ് അവനെ എന്തെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. വളരെ നിസ്സാരമായൊരു കാര്യമാണ്. കുടുംബജീവിതത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ് അതിന് കാരണമായത്. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ എത്ര നീറുന്ന പ്രശ്നമാണെങ്കിലും, നിങ്ങളെ അലട്ടുന്ന എത്ര വലിയ സങ്കടകരമായ സാഹചര്യമാണെങ്കിലും, ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന സർവ്വശക്തനായ ദൈവത്തിന് നിൻ്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്ത് വലിയ പ്രശ്നമാണെങ്കിലും ശരി, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവ ഇതിലായി തീർന്ന് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ അറിയിച്ചാൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. മക്കളെ സംരക്ഷിക്കാനില്ലാതെ കടബാധ്യത കയറി ഒരു പിതാവ് നിരന്തരമായി എന്നെ വിളിക്കുന്നുണ്ട്. സങ്കടമാണ് കേൾക്കുമ്പോൾ. മക്കളൊക്കെ വിദേശത്ത് ജോലിയാണ്, പക്ഷേ വീട്ടിൽ മരുന്ന് മേടിക്കാൻ പോലും പണമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യാനികളിൽ തന്നെ ഉള്ളവരാണ് പലരും ഈ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും പരിഹാരം വരുത്തുന്ന, ആരെയും ഒരിക്കലും ഉപേക്ഷിക്കാതെ മരുഭൂമിയുടെ നീറുന്ന അവസ്ഥയുടെ നടുവിലും നമ്മളെ കരുതുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ പഴയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെട്ട ഒരു രംഗമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 16:13 മറ്റത് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. രണ്ടാമത്തേത് അബ്രഹാമിന് വെളിപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യം. അവിടെ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കണം. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ യാഗമർപ്പിക്കാൻ, മൃഗങ്ങളെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മനുഷ്യനെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരാളോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടത് അദ്ദേഹം അതനുസരിക്കുമോയെന്നറിയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെയാണോ ഇസഹാക്കിനെയാണോ അബ്രഹാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവനെ യാഗമർപ്പിക്കാൻ വേണ്ടിയല്ല, എന്നാൽ അവനത് ചെയ്യുമോ എന്ന് ദൈവം പരീക്ഷിക്കുകയായിരുന്നു. അബ്രഹാം തൻ്റെ മകനെ ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയുടെ മുകളിൽ യാഗമർപ്പിക്കാനായിട്ട് ചെന്നു. യാഗപീഠം പണിതു. യാഗപീഠത്തിന്മേൽ അവൻ്റെ കൈ പുറകോട്ട് കെട്ടി അവനെ കിടത്തി. യാഗമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആ കത്തിയെടുത്ത് ഉയർത്തിയപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. അവിടെ യഹോവയുടെ ദൂതനാണ് അബ്രഹാമിനോട് സംസാരിക്കുന്നത്. യഹോവയുടെ ദൂതൻ അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. യഹോവയുടെ ദൂതൻ അബ്രഹാമിനെ സഹായിക്കുകയാണ്. ക്രിസ്തുവാണ് അവിടെ സഹായിക്കുന്നത്. അവിടെ ഇസഹാക്കിന് പകരം കൊമ്പ് കാട്ടിൽ പിടിപെട്ട ഒരു ആട്ടുകുട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഇസഹാക്കിന് പകരം അവിടെ അബ്രഹാം യാഗമർപ്പിച്ചത് ആ ആട്ടുകൊറ്റനെയാണ്. ആട്ടുകൊറ്റൻ്റെ യാഗമർപ്പിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് ഇസഹാക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം അത് ചിന്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ മോറിയ മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ ദൂതൻ കർത്താവായ യേശു ക്രിസ്തു ഉടനടി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അബ്രഹാം തൻ്റെ മകൻ്റെ പേരത്തിൽ കത്തിവെക്കുമായിരുന്നു. അതൊരു പക്ഷേ വലിയൊരു സംഭവമായി മാറിയേനെ. പക്ഷേ ദൈവദൂതൻ തടഞ്ഞു. ബാലൻ്റെ മേൽ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. ദൈവം പരീക്ഷിച്ചു ചോദിച്ചതാണ്. നീ എന്നെയാണോ നിൻ്റെ മകനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുള്ള പരീക്ഷണമാണ്. എന്നാൽ അവിടെ പരീക്ഷണങ്ങൾക്കപ്പുറത്ത് ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട തൻ്റെ മകനെ നോക്കി അബ്രഹാമിൻ്റെ സന്തോഷമുണ്ടായി. ഇസഹാക്കിനതൊരാശ്വാസമാണ്. ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ കയ്യിലിരുന്ന ആ കത്തി തൻ്റെ കഴുത്തിൻ്റെ മുകളിലേക്ക് വീഴേണ്ടതിന് പകരം അത് കൊമ്പ് കാട്ടിൽ കിടന്ന രക്ഷപ്പെടാൻ നിർവാഹമില്ലാതെ കിടന്ന ഒരാട്ടിൻകുട്ടിയുടെ കഴുത്തിലാണ് പതിഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് ആ ആട്ടിൻകുട്ടി. ഞാൻ ഇതുപോലെ കാലം ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാളിൻ്റെ കീഴിലാണ് നിന്നത്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുന്നോട്ട് പോരുമ്പം സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം പറയുക, വാളെ എൻ്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടുക, ഇടയനെ വെട്ടുക, പുരുഷൻ്റെ നേരെ ഉണരുക. ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ന്യായവിധിയുടെ വാള ദൈവപുത്രൻ്റെ മേൽ വ്യക്തിപരമായിട്ട് എന്തിനാണ് ദൈവം വാളോകുന്നത്? പിതാവിൻ്റെ മടിയിലിരുന്ന് പ്രമോദ വിഷയമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു
ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം എന്ന വാക്ക് വേദപുസ്തകത്തിൽ എലോഹീം എന്ന പദത്തിനകത്ത് ബഹുത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവം. അത്ര യൂണിറ്റിയിലും ഐക്യത്തിലാണ് അവർ ജീവിച്ചത്. അതിലൊരാൾക്ക് മറ്റൊരാളുടെ നേരെ ന്യായവിധിയുടെ വാളോങ്ങേണ്ട ആവശ്യമെന്താ? പക്ഷേ അത് ഓങ്ങി. എന്തുകൊണ്ട് ഓങ്ങി? മനുഷ്യവർഗത്തിൻ്റെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി പാപത്തിൻ്റെ ശിക്ഷയായ ന്യായവിധിയുടെ വാള്, നമ്മുടെ കഴുത്തിൽ വെട്ടേണ്ട വാള് ക്രിസ്തുവിൻ്റെ മേലാണ് ദൈവം വെട്ടിയത്. ആ ന്യായവിധിയുടെ വാൾ ഇസഹാക്ക് രക്ഷപ്പെട്ട പോലെ, ഇസഹാക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു, ഇസഹാക്കിനെ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച ക്രിസ്തു. മൂന്നാമത് നമ്മൾ കാണുന്നത് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം നമുക്കറിയാം. ആ സംഭവങ്ങൾ ജ്യേഷ്ഠാവകാശം നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ പദ്ദൻഅരാമിലേക്ക് അബ്രഹാം ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ പറഞ്ഞയക്കുകയാണ്. ആ യാത്രയിൽ 2500 മൈൽ നീളമുള്ള യാത്രയിൽ ലൂസ് എന്ന പട്ടണത്തിലെ ഒരു ഏകാന്തമായ സ്ഥലത്ത് ഒരു രാത്രി അവൻ തനിയെ കിടന്നു. വീടിന് വെളിയിൽ പോകാത്ത ഒരാളായിരുന്നു യാക്കോബ്. ഇസഹാക്ക് കാട്ടിൽ വേട്ടയാടി പിടിക്കുന്നവനായിരുന്നു. അവൻ വീട്ടിലില്ലാത്ത നേരം അവൻ വീട്ടിലില്ലായിരുന്നു. അവന് ജ്യേഷ്ഠാവകാശത്തിൻ്റെ മഹത്വം എന്നാന്ന് അറിയത്തില്ലായിരുന്നു. ആത്മീയമായൊരു കാഴ്ചപ്പാട് അവനുണ്ടായിരുന്നില്ല. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഉടമസ്ഥാവകാശമാണ്, ആത്മീക ഉടമസ്ഥാവകാശമാണ്, ഭൗതികത്തിനപ്പുറം. ഒരു കുടുംബത്തിൻ്റെ ആത്മീക പുരോഹിതനായിരുന്നു ആ കാലത്ത്. ഗോത്രപിതാക്കന്മാരുടെ കാലത്ത് കുടുംബത്തിൻ്റെ ആത്മീക പുരോഹിതൻ എന്നുള്ള സ്ഥാനത്തേക്കാണ്, ആദ്യജാതൻ എന്നുള്ള പദവിയിലേക്കാണ് നിൽക്കേണ്ടവനാണ് ജ്യേഷ്ഠാവകാശമുള്ളത്. അത് കളഞ്ഞു കുളിച്ചു ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി. അവൻ അത്രയും കാഴ്ചപ്പാടിലായിരുന്നു. എന്നാൽ ദൈവവചനം അറിയാമായിരുന്ന ആ ദൈവവചനം പഠിച്ച യാക്കോബിന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. ദൈവം ഇസഹാക്കിനെ അല്ല യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തതെന്ന് റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിനോട് ബന്ധപ്പെട്ടാണ്. ദൈവം ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത, ആത്മീയ ദർശനമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കത്തില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഇവിടെ യാക്കോബ് അങ്ങനെ ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു ഏകാന്തമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട് ചെലവഴിക്കുമ്പോൾ, ആരുമില്ലാതെ ഒരു കല്ല് എടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ അവൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ദൈവദൂതന്മാർ അവനെ സംരക്ഷിക്കാൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിലാണ് നീ പദ്ദൻഅരാമിലേക്ക് പോകുന്നത് എന്നാണ് ആ ദർശനത്തിലൂടെ ദൈവം അവന് വെളിപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരും ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിലാണ് ലോകത്ത്. യാക്കോബ് നേരിട്ട് കണ്ടു. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റാണ്. ദൂതന്മാർ യാക്കോബിന് വേണ്ടി എപ്പോഴും ദൂതന്മാർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, യഹോവയുടെ ദൂതൻ കർത്താവിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു, ഹൗസ് ഓഫ് ഗോഡ്. ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിലെ ആ പ്രത്യേകമായ ശൂന്യസ്ഥലത്തിന് ബഥേൽ എന്ന പേര് യാക്കോബ് നൽകി. ഹൗസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യമുള്ള ആ സ്ഥലത്തിന് യാക്കോബ് ഇട്ട പേരാണ് ഹൗസ് ഓഫ് ഗോഡ്. അങ്ങനെ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം കാണാൻ സാധിക്കും. പിന്നീട് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ശ്രേഷ്ഠ മനുഷ്യനാണ് മോശ. ആ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട്, ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. പിന്നീട് നമ്മൾ കാണിക്കുന്ന ഇസ്രായേലിനെ മരുഭൂമിയിൽ നയിച്ചത്, മരുഭൂമിയിൽ ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിച്ചത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യം. എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 19-23. അവിടെ നമ്മൾ കാണുന്നത്, അവിടെ ഇസ്രായേലിനെ മരുഭൂമിയിൽ നയിക്കുന്ന ഒരു യഹോവയുടെ ദൂതൻ. അതാരായിരുന്നു എന്ന് പിന്നീട് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ അനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തുവായിരുന്നു. ബിലെയാമിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു സംഖ്യാപുസ്തകം 22-ന്റെ 22 മുതൽ 25 വരെ. നമ്പേഴ്സ് ചാപ്റ്റർ 22 വേഴ്സ് 22-25. ഗിദയോന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. ശിംശോൻ്റെ മാതാപിതാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ദാവീദിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു 1 ദിനവൃത്താന്തം 21-ന്റെ 16-17 വാക്യം.
ഒടുവിൽ നമ്മൾ കാണുന്ന സക്കരിയാവിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു, അത് ഈ 1-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങളാണ്. എന്തിനാണ് സക്കരിയാവിന് പ്രത്യക്ഷപ്പെട്ടത്? അവനെ ധൈര്യപ്പെടുത്തുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, ഇസ്രായേൽ ജനത്തെ ബലപ്പെടുത്തുവാൻ, അവനിലൂടെ കേൾക്കുന്ന വചനത്താൽ ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ. ഇന്ന് പകൽക്കാലം ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ലോകാവസാനത്തിലും എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നവനാണ്, സഹായിക്കുന്നവനാണ്. ആ കർത്താവിനെ സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.